3 മാസം കൊണ്ട് തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. സെറയിൽ വിശ്വസിക്കുക. ഒരു 5 കൊല്ലം ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ്. അപ്പോൾ പിന്നെ ഫീസും കുറവായിരുന്നു. വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുമ്പോൾ സക്സസ് സീക്രട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ പേര് സൗപർണിക. ഞാൻ 2020 MSc പാസ് ഔട്ടാണ് ഫ്രം ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട്. എനിക്ക് കഴിഞ്ഞ ഡിസംബർ 2025 നെറ്റ് JRF ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. റിവേഴ്സ് ലേണിംഗ് ടെക്നിക് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ നല്ലൊരു മെത്തേഡാണ്. അതൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ്. എങ്ങനെയാ വെച്ചാൽ നേരത്തെ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് തരുന്നു, അതിൽ നമ്മളൊന്ന് ചിന്തിക്കുന്നു, പിന്നീട് ആ ടോപ്പിക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു, വീണ്ടും നമ്മൾ തിരിച്ച് ആ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ വരുമ്പോൾ നമുക്കത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇത് തീർച്ചയായും കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്ന രീതിയിലും എഫക്റ്റീവായിട്ട് പഠിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ റിവേഴ്സ് ലേണിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സക്സസ് സീക്രട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമുക്ക് അബ്ദുൽ കലാം സാറ് പറഞ്ഞ പോലെ നമുക്കൊരു ഡ്രീം വേണം. ആ ഒരു ആഗ്രഹം നമുക്ക് എപ്പോഴും വേണം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അതുതന്നെയാണ് നമ്മുടെ സക്സസ് സീക്രട്ട്. സെറയിലെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ എത്തിച്ചേർന്ന സ്ഥലം വളരെ കറക്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്കിവിടെ ഇവർ ശരിയായിട്ടാണോ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു സെക്കൻഡ് തോട്ടൊന്നും ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ടതെല്ലാം അവർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസാണ് അവർ ക്ലാസ് തരുന്നത്. വേണ്ട രീതിയിലുള്ള വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് തരുന്നുണ്ട്. ഇനി എക്സാമിനോട് അടുക്കുമ്പോൾ അവർ നമുക്ക് ധാരാളം PYQ ചെയ്യിക്കാറുണ്ട്. അതെല്ലാം വളരെ നല്ല ഒരു ടെക്നിക്കാണ്. 3 മാസം കൊണ്ട് തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. സെറയിൽ വിശ്വസിക്കുക. ഇത് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഞാൻ സെറയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്, ഒറ്റ ഫീസിൽ JRF നേടാം എന്നുള്ളത്. അപ്പം ഞാനിത് കൊള്ളാലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ അപ്പോഴത്തെ ഒരു ധാരണ JRF കിട്ടില്ല, കാരണം അത് കുറേ കാലം പഠിക്കേണ്ടി വരും എന്നുള്ളൊരു ധാരണയായിരുന്നു. അപ്പോൾ പിന്നെ ഫീസും കുറവായിരുന്നു. വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ഫീസായി വാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ കൊള്ളാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ സെറയിൽ ജോയിൻ ചെയ്തത്. എനിക്ക് JRF ക്രാക്ക് ചെയ്യാൻ സാധിച്ചത് സെറയിലെ റിവേഴ്സ് ലേണിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ്. ഞാൻ 2020 MSc പാസ് ഔട്ടാണ്. ഒരു 5 കൊല്ലം ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഞാൻ 2025 നെറ്റ് എക്സാം എഴുതിയത്. അതിലെനിക്ക് JRF ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. PG വിട്ട ഒരാൾക്ക് എത്രത്തോളം സ്ട്രഗിൾ ആവശ്യമാണ് വീണ്ടും സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ഞാൻ 3 മാസം കൊണ്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചത് സെറയിലെ നല്ലൊരു കോച്ചിങ് കൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ തീർച്ചയായും എൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും എല്ലാം ഒരു സർപ്രൈസ് ആയിരുന്നു, എങ്ങനെ ഈ ഒരു ഗ്യാപ്പിന് ശേഷം JRF ക്രാക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ സെറയിനെ കുറിച്ച് അവരോട് പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എല്ലാവരും സെറയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്.